കുറച്ച് പഴയ വസന്തൻ ടീമുകൾ പറയാറുണ്ടായിരുന്നു പ്രോട്ടീൻ പൗഡർ എടുത്താൽ നമ്മൾ തട്ടിപ്പോവും, കൊച്ചുങ്ങളുണ്ടാവില്ല, കിഡ്നി അടിച്ചു പോവും, ഇങ്ങനെയുള്ള ഒരു മിസ്കൺസെപ്ഷൻ ഒരു സമയം വരെ ഉണ്ടായിരുന്നു. പക്ഷെ ആളുകൾ ഒരു സമയം കഴിഞ്ഞ് ഫിറ്റ്നസ്സിലേക്ക് കുറച്ചുകൂടെ കോൺഷ്യസ് ആയി ഈ സാധനം എന്താണ് ഏതാണെന്ന് അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഈ കിളവന്മാർ പറയണതെല്ലാം പൊട്ടത്തരമാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ പറയണത് ഇനി ശരിയാവാൻ സാധ്യതയുണ്ട്. നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ പൗഡറിൽ ഒരുപാട് മായമുണ്ട്. To all the gym goers, is your protein powder genuine? On 9 December 2024, Noida police busted a gang making fake protein supplements, including protein powders and energy booster capsules. The scam was exposed when a customer complained about health issues after using a supplement called Raw Rage. इन्होंने खुद ही ब्रांड बनाए हैं और पहले ये लोग हालांकि एक दूसरी कंपनी में ये लोग नौकरी कर रहे थे. The user reported severe acne and liver problems, which led the police to investigate. ഈ സ്റ്റഡി പേപ്പർ ഇറങ്ങിയിട്ട് ഏകദേശം 7-8 മാസമായി. പക്ഷെ വലിയ രീതിയിലൊന്നും ആളുകൾ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടില്ല. ചെയ്തവരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയണത്. പക്ഷെ ആളുകൾക്ക് വേണ്ട സാധനം അവരല്ല കൊടുക്കണം. ജസ്റ്റ് ന്യൂസിന്റെ ഒരു പർപ്പസിന് വേണ്ടി അതങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റിന് വേണ്ടി നമ്മളെ വായിലേക്ക് വയ്ക്കുന്ന ഒരു സാധനമല്ലേ ഇത്, ഒരു ഭക്ഷണമല്ലേ ഇത്. അപ്പൊ അത് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്നുള്ളത് ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള കാര്യം ആരും പറയണേ. നമ്മുടെ ഇന്ത്യയിൽ 36-ൽ പരം പ്രോട്ടീൻ ബ്രാൻഡുകൾ ഉണ്ടെന്ന് പറഞ്ഞ ആര് വിശ്വസിക്കും? US ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ പൗഡറുകളെ മുഴുവനായിട്ട് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പേപ്പർ റിസർച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ സ്റ്റഡി പ്രകാരം പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന പല പ്രോട്ടീൻ പൗഡറിലും ഹെപ്പാറ്റോ ടോക്സിസിറ്റി എന്ന് പറഞ്ഞൊരു സാധനമാണ് അതിലുള്ളത്. ടോക്സിസിറ്റി എന്ന് പറഞ്ഞൊരു സാധനം അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാന്നുള്ള എല്ലാവർക്കും അറിയാം. വിഷവസ്തുവാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആണെന്നുള്ളത് അറിയാം. ഹെപ്പാറ്റോ ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ലിവറിന്, സ്പെസിഫിക്കലി ലിവറിന് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഒരു നല്ല ക്വാളിറ്റി പ്രോട്ടീൻ പൗഡർ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. എസ്പെഷ്യലി ഹോർമോൺ പ്രോബ്ലംസ്, അലർജി ഇഷ്യൂസ്, ഇപ്പൊ പറഞ്ഞതുപോലെ ലിവർ ആൻഡ് കിഡ്നി ഇഷ്യൂസ്, ഇങ്ങനെ ഒന്നിലധികം പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് ഇഫ് ലോ ക്വാളിറ്റി പ്രോട്ടീൻ ആണ് ഇതെന്നുണ്ടെങ്കിൽ. ഉദാഹരണത്തിന് ഒരു പ്രോട്ടീൻ പൗഡർ നമ്മൾ സെലക്ട് ചെയ്യുമ്പം അതിൽ 100 ഗ്രാം ഉണ്ടെങ്കിൽ 100 ഗ്രാമും പ്രോട്ടീൻ ആണെങ്കിൽ 100% അതിൽ പ്രോട്ടീൻ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഈ പെർസെൻറ്റേജിന്റെ ക്വാളിറ്റി കുറയുന്നതനുസരിച്ച് അതിൽ ഫില്ലേഴ്സ് ആഡ് ആയിക്കൊണ്ടിരിക്കും. അതായത് 50% ആണ് അതിലെ പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ടെങ്കിൽ ബാക്കി 50% എന്തൊക്കെയോ ഫില്ലേഴ്സ് ആഡ് ചെയ്തിട്ടാണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഈ സ്റ്റഡി പേപ്പറിൽ കാണിച്ചിട്ടുള്ള കുറച്ച് ടോക്സിൻ സബ്സ്റ്റൻസുകളുടെ ലിസ്റ്റ് ഞാൻ ഈ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് വായിച്ചു തരാം, എന്തൊക്കെയാണെന്നൊന്ന് കേട്ടോ. ഡിറ്റക്റ്റബിൾ ഫംഗൽ ടോക്സിൻസ് എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടീൻ പൗഡർ നമ്മൾ എയറുമായിട്ടൊക്കെ എക്സ്പോഷർ ആവുന്ന സമയത്ത് പൂപ്പൽ പിടിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും സ്വാഭാവികമായിട്ടുള്ള കാരണം ഈ പൂപ്പൽ പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ അതിൽ ആഡ് ചെയ്ത് വയ്ക്കും. പെസ്റ്റിസൈഡ്സിന്റെ റെസിഡ്യൂ, നമ്മൾ വളം ഉപയോഗിക്കുന്നത്, നമ്മൾ വളം ഇടുന്ന സാധനം തന്നെയാണ് പെട്ടെന്ന് തഴച്ച് വളരാൻ വേണ്ടി. അതേപോലെ തഴച്ച് വളരാൻ വേണ്ടി പെസ്റ്റിസൈഡ്സിന്റെ റെസിഡ്യൂ എങ്ങനെ ഇരിക്കണം. ഒപ്പം ഈ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുന്ന ചില പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിന്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഹെവി മെറ്റൽ റെസിഡ്യൂസ് ഉണ്ട്. ചില വേസ്റ്റ് സാധനം ആഴ്സനിക്, മെർക്കുറി, ലെഡ്, ഇങ്ങനെയുള്ള സാധനങ്ങളുടെ അംശം ഇതിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയണത്. പിന്നെ ഓബ്വിയസ്ലി കുറച്ച് സ്റ്റിറോയിഡിന്റെ അംശവും ഇതിൽ കണ്ടെത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവണമല്ലോ, സ്വാഭാവികം. പിന്നെന്തിനാണ് കുറച്ച് വായി കൊള്ളാത്ത കുറെ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളുടെ പേരും ഇതിൽ എഴുതിയിട്ടുണ്ട്. ഞാനത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അതിന്റെ ആ പേപ്പറിന്റെ സ്റ്റഡി ഞാൻ ഫുൾ ആയിട്ട് PDF ആക്കി ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. നിങ്ങളെ സമയവും സന്ദർഭവും പോലെ ഇരുന്ന് വായിച്ചു നോക്കാം മുഴുവൻ. ഇതില് 36 ബ്രാൻഡിനെ അനലൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 9 ബ്രാൻഡില് അതിന്റെ 100 ഗ്രാമിൽ 40% താഴെയാണ് പ്രോട്ടീൻ പെർസെന്റേജ് ഉള്ളത്. ബാക്കിയുള്ള 27 പ്രോട്ടീൻ പൗഡറിൽ 60% എബോവ് പ്രോട്ടീൻ കണ്ടന്റ് അതിലുണ്ട്. എന്ന് വെച്ചാൽ വലിയ നല്ല കാര്യമൊന്നല്ല, കമ്പാരബിളി ബെറ്റർ. പക്ഷെ ഇതിന്റെ കോമഡി അതല്ല, ആ പ്രോട്ടീൻ പൗഡറിന്റെ ലേബൽ ഉണ്ടല്ലോ, നമുക്ക് അതിന്റെ പുറമെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ലേബലിൽ കാണിച്ചിരിക്കുന്നതിനേക്കാളും പ്രോട്ടീൻ ക്വാണ്ടിറ്റി കൂടുതലായിട്ടുള്ള പ്രോട്ടീൻ ഉണ്ട്, കുറവായിട്ടുള്ള പ്രോട്ടീൻ. അതായത് അതിന്റെ ലേബലിൽ 60% എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ആ പ്രോട്ടീൻ 80% ആണ്. ചിലപ്പോൾ അതിൽ 60% ഉണ്ടെങ്കിൽ അതിന്റെ പ്രോട്ടീനിൽ ചിലപ്പോൾ 40% ആണ്. ഇത് എന്തിനെന്നും പറഞ്ഞ് വിശ്വസിക്കും? FSSAI ഇതൊക്കെ എങ്ങനെ അപ്രൂവൽ കൊടുക്കണം എന്ന് എനിക്ക് മനസ്സിലാവണം. പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നല്ല കാര്യമായിട്ടും എടുക്കാൻ പറ്റില്ല. വെറുതെ അമിനോ സ്പൈക്കിംഗ് ആണ് അവിടെ ഉണ്ടാവുന്നത്. അമിനോ സ്പൈക്കിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ടേം ആണ്. ആവശ്യമില്ലാത്ത ചീപ്പ് ലോ ക്വാളിറ്റി പ്രോട്ടീൻ അതിൽ ഇൻഡ്യൂസ് ചെയ്ത് അതിന്റെ അമിനോ ആസിഡിൽ സ്പൈക്ക് ചെയ്ത് വയ്ക്കുകയാണ്, കൂട്ടുന്നതായിട്ട് കാണിക്കുകയാണ്. പക്ഷെ അത് ലോ ക്വാളിറ്റി ആയി. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ആവശ്യമുള്ള അമിനോ ആസിഡുകൾ പ്രോട്ടീൻ, ഒരു സോഴ്സ് ഓഫ് പ്രോട്ടീൻ നിന്ന് മാത്രം കിട്ടൂല. നമ്മുടെ ബോഡിക്ക് 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് വേണം. EAA എന്ന് പറയും അതിന്. നമുക്ക് 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് വേണം. അപ്പം ബാക്കിയുള്ള റെഡ് മീറ്റ്, പയർ വർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കണം. വെജിറ്റേറിയൻ മാത്രമല്ല, നോൺ വെജ് മാത്രമല്ല,
മിക്സ് ചെയ്ത് കഴിക്കണം. എന്നാലേ നമുക്ക് എല്ലാത്തിൽ നിന്നും 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് കിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരാൾ ജിമ്മിൽ പോകുന്ന ഒരാൾ ഈ പ്രോട്ടീൻ പൗഡറിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ പ്രോട്ടീനിൽ നിന്ന് കിട്ടുന്ന ചീപ്പ് ആയിട്ടുള്ള പ്രോട്ടീനിന്റെ വെറും സ്പൈക്കിംഗ് മാത്രമേ കിട്ടുള്ളൂ. അത് ശരീരത്തിന് നല്ലതല്ല. ഈ കാരണത്താലാണ് നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം. നമ്മൾ നാച്ചുറൽ ഫുഡ്സിൽ നിന്ന് പിടിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഞാൻ എൻ്റെ ഈ 7-8 വർഷക്കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ ശരീരം പ്രോട്ടീൻ പൗഡറിൽ നിന്നുള്ളതല്ല. ഞാൻ എൻ്റെ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒറ്റ പ്രാവശ്യം മാത്രമാണ് പ്രോട്ടീൻ പൗഡർ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ നാച്ചുറൽ ഫുഡിൽ നിന്നാണ് ഈ ഒരു ബോഡി സെറ്റ് ചെയ്തത്. പ്രോട്ടീൻ പൗഡർ ഒരു വെറും കൺവീനിയൻസ് മാത്രമാണ്. നമ്മൾ ജോലിക്ക് പോയി വരണ ഒരാൾക്ക് നമുക്ക് ആഹാരം കുക്ക് ചെയ്തെടുക്കാനുള്ള സമയമില്ല. പെട്ടെന്ന് ശരീരത്തിലേക്ക് പ്രോട്ടീൻ അബ്സോർബ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ മാത്രം പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുക. കൺവീനിയന്റ് ആണ്, നമുക്ക് എളുപ്പത്തിൽ അത് ശരീരത്തിൽ എത്തിക്കും. അത്രേ ഉള്ളൂ. നമുക്ക് കുക്ക് ചെയ്യാൻ അത്ര വലിയ സമയമൊന്നും എടുക്കില്ല. കാര്യം പാലിൽ കലക്കി അടിച്ച് കുടിക്കുക, അത്രേ ഉള്ളൂ കാര്യം. അല്ലാതെ ഇതൊരു നിർബന്ധമുള്ള സാധനം അല്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയണ കാര്യമല്ല, പക്ഷെ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഇഷ്ടപ്പെടുന്ന പല ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന്റെയും അവരുടെ ഇൻസ്റ്റാ പേജിൽ അവരെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ പേജിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, ഈ പ്രോട്ടീൻ കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. അപ്പൊ യവന്മാര് ഇത് വാങ്ങി. ഇത് ജസ്റ്റ് ഒരു ബിസിനസ് മാത്രമാണ്. അതിൽ എന്ത് നല്ലത് എന്ത് ചീത്ത എന്ന് പറയുന്നത് പിള്ളേർക്ക് അറിഞ്ഞൂടാ. ഇന്ന പ്രോട്ടീനാണ് ഇവർ ഉപയോഗിക്കുന്നത്, ഇന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ആ പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കുക. ഇതിൽ ഇവർക്കൊരു പെർസെന്റേജ് അവർക്കൊരു പ്രോഫിറ്റ് പോകും. ശരി തന്നെയാണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല, അവർ എടുത്തോട്ടെ, കുഴപ്പമില്ല പ്രോഫിറ്റ്. പക്ഷെ ഇതിന്റെ ക്വാളിറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ സ്റ്റഡി പേപ്പറിൽ 36 ബ്രാൻഡുകളുടെയും ലേബിൾഡ് ക്വാണ്ടിറ്റിയും അവരുടെ കറക്റ്റ് പ്രോട്ടീൻ ക്വാണ്ടിറ്റിയും വെച്ചിട്ടുള്ള ഒരു ചാർട്ടാണ് ഇത്. ഇതിൽ ഏറ്റവും ഉടായ്പ ബിഗ് മസിൽസ് ന്യൂട്രീഷൻ ആണ്. ഞാൻ ആ പേരെടുത്ത് പറയാം. ഇപ്പൊ എന്റെ ചാനൽ അടിച്ച് പോയാലും എനിക്ക് വിഷയമില്ല. ബിഗ് മസിൽ ന്യൂട്രീഷൻ അതിൽ ഏറ്റവും വലിയൊരു ഉടായ്പാണ്. അങ്ങനെ എല്ലാവരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. അതിൽ കുറേ ബ്രാൻഡുകൾ ഉടായ്പാണ്. മസിൽ ബ്ലേസിലും ചില വ്യത്യാസങ്ങളുണ്ട്, ഫ്ലക്ച്വേഷൻസ് ഉണ്ട്, സ്വാഭാവികം, അതൊക്കെ പറയാം. പക്ഷേ ഉള്ളതിൽ ഏറ്റവും പ്രശ്നക്കാരെ ഇത് സത്യം പറഞ്ഞ ഒരു ബിസിനസ് തട്ടിപ്പ് മാത്രമാണ്. അപ്പൊ എങ്ങനെ ഒരു നല്ല പ്രോട്ടീൻ പൗഡർ സെലക്ട് ചെയ്യാം? ഇന്ത്യയിലെ ബ്രാൻഡുകൾ ഏറെക്കുറെ നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. പറ്റുമെങ്കിൽ നമ്മൾ അബ്രോഡ് നിന്ന് പ്രോട്ടീൻ പൗഡർ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഫോറിൻ ബ്രാൻഡുകൾ പ്രൊമോട്ട് ചെയ്യുക. കഴിവതും ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇങ്ങനെയുള്ള സൈറ്റുകളിൽ നിന്ന് പ്രോട്ടീൻ പൗഡർ ഓർഡർ ചെയ്യാതെ അവരുടെ ജെനുവിൻ ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് പ്രോട്ടീൻ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. ഫ്ലേവേർഡ് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കാതിരിക്കുക. മോസ്റ്റ്ലി ഫില്ലേഴ്സ് ആണ് അതിന്. വെറും ഫ്ലേവറും ചോക്ലേറ്റ്, ബനാന, ഐസ്ക്രീം, ചക്ക, മാങ്ങ എന്നും പറഞ്ഞ് കുറെ ഫ്ലേവേഴ്സ് അതിലുണ്ട്. അതിലും നല്ലത് റോ ഫ്ലേവേർഡ് ആയിട്ടുള്ള, അതായത് ഒറിജിനൽ ഫ്ലേവേർഡ് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡേഴ്സ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇന്ത്യൻ പ്രോട്ടീൻ പൗഡേഴ്സ് എന്നുണ്ടെങ്കിൽ തന്നെയും റോ ഫ്ലേവേർഡ് ആയിട്ടുള്ളത് ഉപയോഗിക്കുക. ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നാച്ചുറൽ ഫുഡ് കഴിക്കുക. ഞാൻ അങ്ങനെ വന്നൊരുത്തനാണ്, എനിക്കതറിയാം. അതുകൊണ്ട് നാച്ചുറൽ ഫുഡ് കഴിച്ചെന്നും പറഞ്ഞ് ബോഡി ഉണ്ടാവാതിരിക്കൂല. ഇത്രയും തട്ടിപ്പായത് കാരണം നമുക്ക് ആ ലേബലിങ്ങിനെ പോലും ഇപ്പൊ വിശ്വസിക്കാൻ പറ്റൂല. എന്നിരുന്നാലും നമുക്കൊരു പ്രോട്ടീൻ പൗഡറിനെ കണ്ടിട്ട് അതിന്റെ ലേബലില് ലൂസീൻ എന്ന് പറഞ്ഞൊരു സാധനം കാണും. നമ്മൾ ഈ എസെൻഷ്യൽ അമിനോ ആസിഡിൽ ഒരു സാധനമാണ്. അത് 100 ഗ്രാമില് 10% മുകളിലായിരുന്നാൽ നല്ലത്. അതായത് ഒരു പ്രോട്ടീൻ പൗഡർ നമ്മൾ എടുക്കുമ്പോൾ 80% ആണ് ആ പ്രോട്ടീൻ പൗഡറിന്റെ ക്വാളിറ്റി, വിച്ച് ഈസ് വെരി ഗുഡ് ഇൻ ദ ഇന്ത്യൻ മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ ലൂസീന്റെ കണ്ടന്റ് 8 ഗ്രാം ആയിരുന്നാൽ നല്ലത്. 8 ഓ 8 മുകളിലായിരുന്നു നല്ലത്. ഇത്ര മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഇപ്പോ കറന്റ്ലി നമുക്ക് അതിൽ നിന്ന് പിടിക്കാൻ പറ്റും. ബാക്കി എല്ലാ യവന്മാരും ലേബലിംഗിൽ ഉടായ്പ കാണിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം, പഴയ പോലെയൊന്നും അല്ല, ആളുകളുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു 70, 60, 65 ഇത്ര മാത്രമേ പോകുന്നുള്ളൂ. ആഹാരശൈലിയും ജീവിതശൈലിയാണ് പ്രധാന പ്രശ്നം. നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് വയ്ക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു 80 അടിക്കാൻ പറ്റുള്ളൂ. ഈ കാലഘട്ടത്തിൽ ഫുള്ള് മായമാണ്. നമ്മൾ അങ്ങനെ നോക്കിയാൽ ഒരു പുണ്ണാക്കം നമുക്ക് തിന്നാൻ പറ്റൂല. എല്ലാ സാധനത്തിലും മായമാണ്. ഇത് വെറുതെ നമ്മൾ വരുത്തി വയ്ക്കുന്ന ഒരു രോഗമായി പോകരുത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കണ്ട് ആഹാരം സെലക്ട് ചെയ്യും. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.